എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്ക് തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ തന്റെ പ്രണയ ബർത്ത്ഡേ ദിനത്തിൽ തുറന്നു പറയാനായിട്ട് ഗോവിന്ദനെ കൂട്ടി ഗീതു റെസ്റ്റോറന്റിലേക്ക് വന്നേക്കാണ്. പിന്നീട് ഒരു വെജിറ്റബിൾ സദ്യയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണം കണ്ണേട്ടനോട് തന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാനായിട്ട്. റോസപുഷ്പം കൊടുത്തിട്ട് പറയണോ അതോ ഉമ്മ വെച്ചിട്ട് പറയണോ? അങ്ങനെ നൂറ് ചിന്തകളുമായിട്ട് ഇരിക്കുമായിരുന്നു. ഈ സമയത്ത് ഗോവിന്ദ് ചോദിച്ചു, എന്താ ഗീത നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ ഭയങ്കര ആലോചനയിലാണല്ലോ, മനസ്സിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം. എന്നാ ശരി, എന്റെ മനസ്സിൽ എന്താന്ന് കണ്ണേട്ടൻ തുറന്നു പറ. കണ്ണേട്ടൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറയാം. അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ, ഞാൻ നിന്നെ പണ്ടേ തൊട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ശരി, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ആലോചിക്കുന്ന പോലെ കാണിച്ചു. കിഷോറിന്റെ എങ്ങനെ പണി കൊടുക്കാം എന്നല്ല നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നശിപ്പിച്ചു. ഇതാണ് എന്റെ മനസ്സിലുള്ള അറിയാന്ന് പറ്റേ. കൊള്ളാം. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കണ്ണേണ്ട എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലേ ഗീതെന്ന് ചോദിക്കണം. പിന്നെ മണ്ണാങ്കട്ട ഒന്നും ഉണ്ടായിരിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇലയെ കൊണ്ട് ഇടുവേണം. വീട്ടിൽ നിന്ന് ഇലയെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പത്തിന് സദ്യക്ക് രണ്ടുപേരും കൂടെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വെജിറ്റബിൾ സദ്യ ഒന്നും വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു പറയണം. ഗീത ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ, ഇതൊന്ന് കഴിക്ക്, പിന്നീട് നമുക്ക് എന്ത് വെള്ളം കഴിക്കാമെന്ന് പറയാണ്. പിറന്നാൾ ദിനത്തിലെ വെജിറ്റബിൾ സദ്യ കഴിക്കണമല്ലോ, അതാണ് ഗീത ഉദ്ദേശിച്ചത്. ഈ സമയത്ത് ഗോവിന്ദ് ഗീതുവിന്റെ പുറയിലേക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണേട്ടൻ ആരോടാ ഹായ് പറയുന്നേ? പെട്ടെന്ന് ഗീത തിരിഞ്ഞു നോക്കി കണ്ട കാഴ്ച അങ്ങോട്ട് ശിവരഞ്ജിനി വരുന്നതാണ്. ശിവരഞ്ജിനി വന്നപാട് ഗീതുവിനെ പോലും മൈൻഡ് ചെയ്തില്ല, നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെന്നു. അപ്പൊ ഗോവിന്ദ് ചോദിച്ചു, ലൊക്കേഷൻ മാപ്പ് ഞാൻ ഇട്ട് തന്നായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ ഇത്ര കൃത്യമായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നേന്ന് പറയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇതൊക്കെ നടന്നായിരുന്നോ? ഇവളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നേ? വന്നതിന് ശേഷം എന്ത് ചെയ്യണം ശിവരഞ്ജിനി? തന്റെ ബാഗ് തുറന്നിട്ട് ആ ബാഗിനകത്തുനിന്ന് റോസാപുഷ്പം കൊടുക്കുകയാണ്. ഗോവിന്ദന് നേർക്ക് നീട്ടി. ഗോവിന്ദ് അത് വാങ്ങി. ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദേട്ടാന്ന് പറയാൻ മാത്രമല്ല ആ നെറ്റിയിലൊരു ഉമ്മയും കൂടെ കൊടുത്തു. ഗീതു തകർന്ന് തരിപ്പണമായിപ്പോയി. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല, ഇവിടെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നേ. ഗീതുവിന് പെട്ടെന്ന് സങ്കടം അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. ഗീതു അങ്ങ് ചാടി എഴുന്നേറ്റു. ഗീതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് ഗോതം പറഞ്ഞു, ഞാൻ തന്നെ ഈ ബർത്ത്ഡേ മറന്നിരിക്കുമായിരുന്നു, പക്ഷെ നീ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് എന്നെ വിഷ് ചെയ്തില്ലെന്ന്. ഈ ബർത്ത്ഡേ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ബർത്ത്ഡേകളും നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ഗോവിന്ദന്റെ പിറന്നാളെന്ന് പറയാണ്. അതെ, ഞാൻ അവിടെ ഒരു സർപ്രൈസ് സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്, വരാൻ പറയാണ്. പെട്ടെന്ന് ഗീതി ചോദിച്ചു, അല്ല ഇവിടെ ഞാൻ പിന്നെ സദ്യയല്ലേ ഓർഡർ ചെയ്തേക്കെന്ന് ചോദിക്കണം. ഇതല്ല, ഞാൻ അയാളുടെ ബർത്ത്ഡേ സദ്യയൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. എന്ത് സദ്യ ആളും കുഴപ്പമില്ല, ഞാനിവിടെ എൻ്റെ കണ്ണേടിന് വേണ്ടിയിട്ട് ഒരിക്കലും സർപ്രൈസ് സദ്യ തന്നെയാണ്. അതിന് നിനക്ക് പിറന്നാളാന്നും അറിയത്തില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം. പിറന്നാളാന്ന് അറിയത്തില്ലെന്ന് ആര് പറഞ്ഞു? കണ്ണേടിന്റെ പിറന്നാളെന്ന് എനിക്കറിയായിരുന്നു. കണ്ണേടിന്റെ പിറന്നാൾ വിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് സദ്യയൊക്കെ ഒരുക്കിയത് തന്നെ. അതോടൊപ്പം തന്നെ ഒരു റോസാപുഷ്പം നിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ടാ തുടങ്ങിയതുണ്ട്. എന്നിട്ട് ആ റോസാപുഷ്പം എന്ത് ചെയ്യുന്നു ചോദിക്കണം പെട്ടെന്ന് രഞ്ജു. കേട്ടതും ഗീത എന്ത് ചെയ്യും, തന്റെ ബാഗിനകത്ത് പരതുവാണ്. ബാഗിനകത്ത് പരതിയപ്പോ റോസാപുഷ്പം കിട്ടിയില്ല. ഗീത ഇങ്ങനെ ആലോചിക്കുക. ക്യാമ്പിലും തന്റെ ഓഫീസ് ക്യാമ്പിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ. കിഷോറും അവർണിയും വന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ സമയത്ത് കയ്യിലിരിക്കുന്ന റോസാപ്പൂവ് ചാടിപ്പോയായിരുന്നു. ഗീതുവിന് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം. തപ്പിയിട്ട് കിട്ടിയില്ല. പെട്ടെന്ന് രഞ്ജി ചോദിച്ചു, എന്താ റോസാപ്പൂവ് എന്താ ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോയെന്ന് ചോദിക്കുകയാണ് ബാഗിനകത്തുനിന്ന്. ഗീതു ആകെപ്പാടെ നാണം കെട്ടുപോയി. ഗീതു പറഞ്ഞു, ഞാൻ ഇതിനകത്ത് വെച്ചായിരുന്നു, പക്ഷെ അത് കണ്ടില്ല എന്ന് പറയാം. ഗോവിന്ദൻ പറഞ്ഞു, വെറുതെ കിടന്ന് നീ ഉരുളുണ്ട ഗീതു, നീ റോസാപ്പൂ ഒന്നും എടുത്തിട്ടില്ല, നീ ബർത്ത്ഡേയുടെ കാര്യം നിനക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു പറയാം. അതെ, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കും കേട്ടോ എന്ന് പറയാണ്. അത് പിന്നീട് ശിവരഞ്ജിനിയുടെ അപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ ശിവരഞ്ജിനി എന്ത് ചെയ്യാണ്, ഗോവിന്ദന്റെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നേ. കാരണം സദ്യ കഴിക്കാണ്ട് അവിടെ സ്പെഷ്യൽ സദ്യ ഗോവിന്ദന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗീതുവിന് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. ഈ സമയത്താണ് പരിപ്പുമായിട്ട് അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്ന ആള് വന്നേ. അയാൾ വന്നിട്ട്, മാഡം പരിപ്പ് വിളമ്പട്ടെന്ന് ചോദിക്കും. ഇച്ചിരി കഴിഞ്ഞിട്ട് മതിയെന്ന് ഗീതു പറയാണ്. ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. സദ്യ ഒരുക്കി എല്ലാം സെറ്റപ്പ് ചെയ്ത് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളും പറയാം, ബർത്ത്ഡേ വിഷ് ചെയ്യാം എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ഇവളുടെ കടന്നരവ്. എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യും ഞാൻ? ആകെപ്പാടെ എല്ലാം കുളമായല്ലോ. ഗീതുവിന് സഹിക്കാൻ പറ്റിയില്ല. തന്റെ മുന്നിൽ വെച്ച് ഗോവിന്ദേട്ടൻ ശിവരഞ്ജിനെ ചേർത്ത് പിടിച്ച് ഒരിക്കലും ഗീതുവിനല്ല ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഭാര്യയായിട്ടല്ലേ ആണല്ലോ ഗീതു ഇരിക്കുന്നത്. മുമ്പായിരുന്ന ഗീതുവിനൊന്നും തോന്നത്തില്ലായിരുന്നു. പിന്നീട് ഗീതു നോക്കി കഴിയുമ്പോഴത്തേനും ഗോവിന്ദനും അവളും കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗോവിന്ദൻ ഞാൻ ടേബിളിലേക്ക് ചിലപ്പോൾ കാണുന്ന കാഴ്ച ഫ്രൈഡ് റൈസ് എന്ന് വേണ്ട ചിക്കൻ്റെ ഐറ്റംസ്
എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഗോവിന്ദൻ ഇത് കണ്ടപ്പോൾ സന്തോഷമായി. വെജിറ്റബിൾ സദ്യ കഴിക്കണമെന്ന് തോന്നിരുന്ന സമയത്താണ് ഇത്ര വിശാലമായിട്ട് ഒരു മെനു തന്നെ കിട്ടിയിരിക്കുന്നത്. ഗോവിന്ദ് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. തൊട്ടടുത്ത് രഞ്ജു ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിന് സഹിച്ചില്ല. പക്ഷെ ഗീതുവിന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. എന്ത് ചെയ്യും? ഗീതു ഫോണൊക്കെ പടുത്തൊക്കെ ചെരിച്ച് പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട്, അവിടുത്തെ കണ്ണാടി കൂടെ വല്ല കാണാൻ പറ്റുന്നുണ്ടോന്ന്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും അവർ രണ്ട് ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് ഗോവിന്ദിരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടു. ഇത് ഗീതുവിനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അടിയായിരുന്നു. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോറും താനും ഇതിനു മുമ്പ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് കണ്ണേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ മാറിയിരിക്കുന്നതായിരുന്നു. ആ കണ്ണേട്ടൻ്റെ അവസ്ഥ ഇപ്പൊ തനിക്ക് തന്നെ വന്നിരിക്കുന്നു. തനിക്ക് ആ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. കാവകന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഭാര്യ. അന്ന് കണ്ണേട്ടൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ദൈവം തമ്പുരാൻ തനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഒരു പക്ഷേ ഇത്. ഈ ഒരു നിമിഷം ഇപ്പൊ തനിക്ക് ആ വേദന മനസ്സിലാവും. പക്ഷെ അന്ന് കണ്ണേട്ടൻ്റെ വേദന താൻ മനസ്സിലാക്കിയിരുന്നില്ല. കണ്ണേട്ടൻ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ തനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, അന്നൊന്നും കണ്ണേട്ടൻ തന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ആ ഒരു ചിന്തയായിരുന്നു ഗീതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ താൻ അങ്ങനെയല്ല. താൻ ഇപ്പൊ കണ്ണേട്ടനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കണ്ണേട്ടൻ വേറൊരു പെണ്ണിന്റെ കൂടെ ഇരിക്കും തനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഗീതുവിന്റെ വിചാരം എന്താ? ഗോവിന്ദ് നേരത്തെ ഗീതുവിനെ സ്നേഹിച്ചിരുന്നില്ല എന്നതാണ്. പക്ഷെ ഗീതുവിന് അറിയത്തില്ലോ ഗോവിന്ദ് അന്നും ഇന്നും അല്ല ഒരേപോലെ തന്നെയാ ഗീതുവിനെ സ്നേഹിക്കുന്നുള്ളതെന്ന്. പിന്നീട് ഗോവിന്ദനെ മുഖത്തിരിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ തൂത്ത് കളയുന്നുണ്ട് ശിവരഞ്ജിനി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഗീതുവിന്റെ സമനില തന്നെ തെറ്റിപ്പോകുന്നായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അയാൾ എന്ത് ചെയ്ത്, മാഡം പരിപ്പ് വിളമ്പട്ടെന്ന് ചോദിച്ച് വരുവാണ്. ഇവിടെ തന്നോടല്ലേ പറഞ്ഞു ഇപ്പോൾ വേണമെന്ന് കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പരിപ്പ് വിളമ്പാൻ വേണ്ടി വന്നേക്കുന്നു. ഒരു കാര്യം ചെയ്യും, അതെല്ലാം കൂടെ താൻ തന്നെ തലവഴി അങ്ങോട്ട് ഒടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറയണം. ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഗോവിന്ദും ശിവരഞ്ജനും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഗീത് വൃത്തിത്ത് എന്താ ഇങ്ങനെ പോണേ? തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലോ. ഒരു പക്ഷെ തന്നെ മറന്നതായിരിക്കുവോ? അതാണ് ഇനിയിപ്പോൾ പോകുന്നത്. ഇടയ്ക്ക് ഗീത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞായിരുന്നു കഴിക്കാനായിട്ട്. അതോർത്തിട്ടാ ഗീത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു തന്നെ. കുറെ സമയമായിട്ടും ഗോവിന്ദനെ കാണുന്നില്ല, ഗോവിന്ദ് വരുന്നുമില്ല. അപ്പോഴാണ് ഗീതു എഴുന്നേറ്റ് നോക്കുന്നേ. നോക്കിയപ്പോൾ അവർ രണ്ടും കൂടെ ഇറങ്ങി പോകുന്നതാണ്ടേ. ഗീതുവിന് സഹിച്ചില്ല. ഗീതു പുറകെ ചെല്ലുവാണ്. പുറകെ ചെന്ന് നോക്കുമ്പോൾ ശിവരഞ്ജിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോവിന്ദ് കാറിലേക്ക് കയറുന്ന കാഴ്ച കണ്ടേ. ഈ കാഴ്ച കണ്ടതും ആകെപ്പാടെ തകർന്നു പോയി ഗീതു. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇപ്പൊ ഗോവിന്ദനുമായിട്ട് എന്തോ നല്ല ബന്ധം തന്നെയുണ്ട്. താൻ ഭാര്യയായിട്ടിരുന്ന് കൂടി തന്നെ മൈൻഡ് ചെയ്യാതെ കണ്ണേട്ടൻ അങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് പോകണമെങ്കിൽ അവർ തമ്മിൽ ആഴത്തിലൊരു ബന്ധമായിരിക്കും. ഇതിനു മുമ്പ് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതും പിന്നീട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും 16 വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. അതൊക്കെ ഗീതുവിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായുമാണ്. അപ്പൊ അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ശിവരഞ്ജിനി കണ്ണേട്ടന്റെ കൈ പിടിക്കില്ല. അവരിങ്ങനെ മുട്ടിച്ചേർന്ന് നടന്നു പോകത്തില്ല. അതെന്തായിരിക്കും അത്? ഒരു ഭാര്യയായിട്ട് പോലും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ അവ ചെന്നിട്ട് അവളുടെ കർണം അടിച്ച് 4 പൊട്ടിക്കണം. എന്നിട്ട് ഗോവിന്ദന്റെ കൈയും പിടിച്ചും കൂടി പോരണം. ഞാൻ ഗോവിന്ദന്റെ ഭാര്യ എന്ന് വിളിച്ചു പറയണം. അങ്ങനെയൊക്കെ ഗീതുവിന്റെ മനസ്സിൽ ഒരു ചിന്ത പോകുന്നുണ്ട്. അതോടൊപ്പം കരച്ചിലാണോ, സങ്കടമാണോ, ദേഷ്യമാണോ എന്താന്ന് ഗീതുവിന് തന്നെ ചിന്തിക്കാൻ പോലും ഗീതുവിന്റെ മനസ്സിന് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നീട് ഗീതു ആ കാറ് പോയപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങി നടക്കുവാണ്. ഇറങ്ങി നടന്നു കഴിയുമ്പോഴത്തേനും ഗീതു ഇതങ്ങനെ വിട്ടാ പറ്റില്ല, അങ്ങനെ സൂഹിക്കണ്ട, കോൾ അങ്ങോട്ട് വിളിക്കാം. കോൾ വിളിച്ചിട്ട് എങ്ങോട്ടാ പോയ 2 വർത്താനം പറഞ്ഞിട്ട് തനിക്കൊരു സമാധാനം ആവില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗീതു ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിക്കണം. കുറെ സമയം ബെല്ലടിച്ചത് കോൾ എടുത്തില്ല. ഓഹോ, രണ്ടുപേരും കൂടെ അങ്ങനെ ഉല്ലസിച്ച് അങ്ങ് യാത്ര ചെയ്യുമായിരിക്കും. അത് വേണ്ട, ഇനിയും വിളിക്കും, എടുക്കുന്നവരെ വരെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അകത്തുനിന്ന് വിളമ്പി കൊടുക്കുന്ന ആളിങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതെ മാഡം, ഇത് ഈ ഫോൺ ഇവിടെ സാറ് ടേബിളിൽ വെച്ചിട്ട് പോയായിരുന്നു, അത് തരാൻ വന്നെന്ന് പറയും. ഓഹോ, അപ്പം ഫോൺ പോലും എടുത്തിട്ടില്ല. അവളെ കണ്ട സന്തോഷത്തിൽ ഫോൺ പോലും മറന്നു വെച്ചിട്ടാ പോയേക്കുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? അവള് എത്രയോ പ്രിയപ്പെട്ട ആളെ, തന്നെക്കാളും കൂടുതൽ ഗോവിന്ദനെ സ്നേഹിക്കുന്ന അവളെ. ഇതൊക്കെ ഓർത്തെങ്കിൽ ഗീതുവിന് സഹിക്കാൻ പറ്റില്ല. ഗീതു നടക്കുവാണ് അവിടുന്ന്. ഒരു ഓട്ടോറിക്ഷ പോലും പിടിച്ചില്ല. ആ പൊരി വെയിലത്തങ്ങ് നടക്കുവാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് വിജയലക്ഷ്മിയുടെ കോള് വരുന്നത്. വിജയലക്ഷ്മി കോള് വിളിച്ചിരിച്ചു, എന്താ ഗീതു നീ ഇതുവരായിട്ടും വിളിക്കായിരുന്നേ? നിന്നെ കണ്ണനെ കണ്ടിപ്പോ എന്നെ അങ്ങോട്ട് മറന്നു പോയെന്ന് ചോദിക്കണം. ഗീതുവിന് ദേഷ്യം വരും. കണ്ണൻ മിണ്ടി പോരെന്നോടെ, എന്താ പ്രശ്നം മോളെന്ന് ചോദിക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഫോൺ വെച്ചിട്ട് പൊക്കേന്ന് പറയണേ. എന്താ മോളെ നീ പറയണേ? നീ എവിടെയാന്ന് ചോദിക്കണം. ഞാനിപ്പം നടന്നോണ്ടിരിക്കുന്നോ? അപ്പൊ നീ നിന്റെ പ്രണയം ഗോവിന്ദനോട് പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കണം. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, വല്ല വണ്ടിയുണ്ട് അതിന് മുമ്പിലേക്ക് ഞാൻ എടുത്ത് ചാടുകയുള്ളൂ. ഞാൻ ആരുടെ പ്രണയം ഒന്നും തുറന്നു പറഞ്ഞില്ല എന്ന് പറയണം. അതെന്താ? അതിനു മുമ്പ് അങ്ങനെ കാറി കയറി പോയില്ലേ, എന്റെ സദ്യ പോലും കഴിച്ചില്ലെന്ന് പറയണം.
സത്യം കഴിച്ചില്ലേ? ഇതെന്തൊക്കെയാ മോളെ നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. കൂടുതലൊന്നും മനസ്സിലാക്കാനില്ലെന്ന് പറയാം. ഒന്നൊരു കാര്യം ചെയ്യാം, ഞാനൊരു കാറ് വിടാം, നീ ആ കാറ് കയറി പോരാൻ പറയണം. കാറ്? അതെ, എന്റെ ഭർത്താവിന് ഗോതമ്പാതയിൽ എത്ര കോടി രൂപയുടെ ആസ്തിയാണെന്ന് അറിയാം? 10,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ഞാൻ വിളിച്ചിട്ട് ഒരു കാറല്ല 1000 കാർ നിരന്ന് വരും. പക്ഷെ എനിക്കിപ്പോ കാറിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മനസ്സിന് ഇച്ചിരി ശാന്തി കിട്ടണം, അതിനുവേണ്ടി ഞാൻ നടക്കുന്നേ. ഗീതന്റെ ഈ നടത്തം പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഉള്ളിൽ കൂടെ ഒരു തീപ്പൊരിയാണ് മിന്നിക്കുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ നടന്നു പോയ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടായത്. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, മോളെ നീ നടക്കണ്ട. അതെന്നാ ഞാൻ നടന്നാലും? ഈ സമയത്ത് രാധികാമ്മ എന്നെ ഇല്ലാതാക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലേ ഞാനങ്ങ് തീർന്നു പൊക്കോട്ടെ. കാരണം ഇപ്പൊ എന്നെ കൊല്ലാൻ ആര് വന്നാലും ഞാൻ അവരുടെ മുന്നിൽ കൈകെട്ടി നിന്ന് കൊടുക്കുകയുള്ളൂ. അത്രയ്ക്ക് എന്റെ മനസ്സിൽ തീ ആളിക്കത്തുണ്ട്, അറിയാവോ? എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ലെന്ന് പറയാ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ അവിടെ നിൽക്കേ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണം. ഗീത ഒന്നും കേട്ടില്ല. ഗീത കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. വിജയലക്ഷ്മിക്ക് ആകെപ്പാട് ടെൻഷനായിപ്പോയി. ദൈവമേ, എന്തായാലും സംഭവിക്കുമോ? പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി പുറത്തേക്ക് വന്നിട്ട് ഡ്രൈവറോട് പറയാണ്, കാർ എടുക്കാൻ പറയാണ്. അങ്ങനെ ഡ്രൈവർ കാർ എടുക്കുകയാണ്. വിജയലക്ഷ്മി നേരെ ഗീതുവിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.